ഈ കൃഷിയിൽ നിന്നുള്ള ഇൻകം, അതായത് അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് വരില്ല എന്ന് പറയുന്നുണ്ട്, ശരിയാണോ? ഇൻകം ടാക്സ് ആക്ടിൽ അഗ്രികൾച്ചറൽ ഇൻകം എക്സംപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അഗ്രികൾച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് പൊതുവെ ടാക്സ് അടയ്ക്കേണ്ട. മറ്റേതെങ്കിലും ഇൻകം ഉണ്ടെങ്കിലോ, അതായത് ബിസിനസ് ഇൻകമോ അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയോ സാലറിയോ അങ്ങനെ എന്തെങ്കിലും ഇൻകം ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ കൂടെ അഗ്രികൾച്ചറൽ ഇൻകം കൂടി വരുന്ന സമയത്ത് ടാക്സ് കൂടുതൽ അടയ്ക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ? ഇവിടെയാണ് ഇൻകം ടാക്സ് ആക്ടിൽ ഒരു ക്യാച്ച് വെച്ചേക്കണത്. അതായത് അഗ്രികൾച്ചറൽ ഇൻകം അതിൻ്റെ ഒപ്പം തന്നെ ബിസിനസ് ഇൻകം ഉള്ള ഒരു വ്യക്തിക്ക് സാധാ ഒരു ബിസിനസ് ഇൻകം മാത്രമുള്ള ഒരു വ്യക്തിയേക്കാളും കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതെങ്ങനെയാണ് വരുന്നത്? അഗ്രികൾച്ചറൽ ഇൻകം ആക്ച്വലി എക്സംപ്റ്റ് അല്ലേ? എന്താണ് അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്? ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് പറയാൻ പറ്റുമോ? നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഒരു ചേട്ടന് 15 lakhs ബിസിനസ് ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ 5 lakhs അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് വരുന്ന ടാക്സ് എന്ന് പറയുന്നത് ഏകദേശം 1,76,800 ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ബിസിനസ് ഇൻകം മാത്രമുള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആൾക്ക് 15 lakhs ഇൻകം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആൾക്ക് വരുന്ന ടാക്സ് എന്ന് പറയുന്നത് 1,09,200 ആയിരിക്കും. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം അതുമാതിരി തന്നെ ബിസിനസ് ഇൻകം ഉള്ള ഒരു വ്യക്തിക്ക് സാധാ ഒരു വ്യക്തിയേക്കാളും കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബിസിനസ് ഇൻകം മാത്രമുള്ള ഒരു വ്യക്തിയേക്കാൾ അഗ്രികൾച്ചറൽ ഇൻകം കൂടെ ഉള്ള ഒരു വ്യക്തിക്ക് ടാക്സ് കൂടുതൽ അടയ്ക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടുപേരെയും ടാക്സ് കാൽക്കുലേഷൻ ഒരുപോലെയല്ല നടത്തുന്നത്. ആ കാൽക്കുലേഷനിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അതിൻ്റെ മെക്കാനിസം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആക്ച്വലി ആ കാൽക്കുലേഷനിൽ ശരിക്കും ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം ബിസിനസ് ഇൻകം ഉള്ള ഒരു വ്യക്തിക്ക് നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം കൂടി ആഡ് ചെയ്യും. നമ്മൾ സാധാരണ ഒരു വ്യക്തിക്ക് ടാക്സ് വരുന്നത് സ്ലാബ് റേറ്റിലായിരിക്കും. അപ്പോൾ ഈ അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബിസിനസ് ഇൻകത്തിന് കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ബിസിനസ് ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ടോട്ടൽ ഇൻകം കിട്ടും, അതും ഒരു ടാക്സ് വരും. അതിനുശേഷം നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തുമ്പോൾ എത്ര ടാക്സ് വരുന്നുണ്ട് എന്ന് നോക്കും. അത് നമ്മൾ നേരത്തെ കിട്ടിയ ടാക്സിൽ നിന്ന് കുറയ്ക്കും. അതായിരിക്കും നമ്മുടെ നെറ്റ് ടാക്സ് പേയബിൾ എന്ന് പറയുന്നത്.